ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക. കാരണം ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് തന്നെ നമ്മൾ അനാരോഗ്യമായിട്ട് ഭക്ഷിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ വാങ്ങി കഴിക്കുന്നതും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതും ഒരുപോലെ തന്നെയാകും. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ വാങ്ങി കഴിക്കുന്നതാണ്. കാരണം വാങ്ങി കഴിക്കുന്നതിൽ കീടനാശിനി ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നില്ല, എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു വിഭ്രാന്തിയും കൂടി ഉണ്ടാവും. നമ്മൾ കീടനാശിനി ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളത് കഴിക്കുന്നത് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള വിഭ്രാന്തിയും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ കീടനാശിനി ഉപയോഗിക്കാതിരിക്കുക. കീടനാശിനി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നതെന്ന് നമ്മളോട് കാണിച്ചത്. ചില സമയത്ത് നമ്മളെ കൃഷിയിടങ്ങളിൽ വെള്ളേരി, കുമ്പളം, മത്തൻ, കയ്പ എന്നിവക്കൊക്കെ എത്ര ജൈവ കീടം അടിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. കാരണം കീടങ്ങളുടെ ശക്തിയായ ആക്രമണം ഉണ്ടാകുന്നത് ഈ കുമ്പളം, വെള്ളേരി, കയ്പ എന്നിവയൊക്കെയാണ്. അപ്പോൾ അതിന് ജൈവ കീടനാശിനി പ്രയോഗം നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, കീടങ്ങൾ ഒഴിഞ്ഞു പോകില്ല. അപ്പോൾ നമ്മളതിന് വേണ്ടി രാസമായിട്ടുള്ള കീടനാശിനി എങ്ങനെ ഉപയോഗിക്കുക, ഏത് സമയത്ത് ഉപയോഗിക്കുക എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിലല്ല, നമ്മളെ വീട്ടാവശ്യത്തിനും ചെറിയ രീതിയിലുള്ള വിൽപ്പനക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ഒരു സഹായകമാകും. കാരണം കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് അവർ തിരഞ്ഞു നോക്കി അടിക്കാനൊന്നും പറ്റില്ല. അത് അവരിങ്ങനെ ഒന്നാകെ അടിച്ചു പോവുകയാണ്. എന്നാൽ വീട്ടാവശ്യത്തിനുള്ള നമ്മളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഇല നുള്ളിക്കൂട്ടാനും പിന്നെ കീടനാശിനി ഇല്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കാനുമാണ് നമ്മളത് കൂടുതലായിട്ടും നടത്തുന്നത്. അപ്പോൾ അതിന് നമ്മൾ എവിടെയാണോ അതിൻ്റെ മത്തൻ ചായുന്നത്, കുമ്പളം ചായുന്നത്, ആ സമയത്ത് പൂവ് വിരിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ കീടനാശിനി പ്രയോഗം നല്ലതാണ്. അതൊരിക്കലും നമുക്ക് നമ്മുടെ ശരീരത്തിനോ മറ്റൊന്നും ബാധിക്കുകയില്ല. കാരണം പൂവ് വിരിയുന്നതിന് മുമ്പെയാണ് നമ്മൾ ചെയ്യുന്നത്. പൂവ് വിരിയുന്നതിന് മുമ്പെയാണ് കീടങ്ങൾ വന്ന് അതിനെ കുത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ വാസന അവിടെ ഉണ്ടെങ്കിൽ അത് അവിടേക്ക് അടുക്കില്ല. പിന്നെയുള്ളത് അതിൻ്റെ ഇലയിലൊന്നും തട്ടാതെ നമ്മൾ മത്തൻ്റെ ഇലയാണെങ്കിലും കുമ്പളത്തിൻ്റെ ഇലയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിലൊന്നും തട്ടാത്ത രീതിയിൽ അതിൻ്റെ ഇടയിലുള്ള പുല്ലുകളിലാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. പുല്ലുകളിലാണ് അവിടെ നിന്നാണ് കീടങ്ങൾ കൂടുതലായിട്ട് ആക്രമിക്കാൻ വേണ്ടി വരിക. അവിടെ പോയിട്ട് ഒളിച്ചിരിക്കും ചെയ്യും. അത് നമ്മൾ ആദ്യം ഈ പുല്ലിൻ്റെ ഇടയിലും ഒക്കെ നന്നായിട്ട് കീടനാശിനി പ്രയോഗിക്കുക. അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷം വരില്ല. അപ്പോൾ നമ്മൾ പച്ചക്കറി നട്ടതിൻ്റെ ഇടയിലൊക്കെ പുല്ലുകൾ ധാരാളം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുക. അതല്ല കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതുകൊണ്ട് യാതൊരു ഉപദ്രവവും ഇല്ല. അപ്പോൾ ഈ പുല്ലിലുള്ള വാസന കൊണ്ട് തന്നെ കീടങ്ങളൊന്നും ആ വഴിക്ക് വരില്ല. അപ്പോൾ അതൊരു നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഇലയുടെ ഈ മത്തൻ്റെ ഇലയാണെങ്കിൽ കുമ്പളത്തിൻ്റെ ഇലയൊക്കെ ആണെങ്കിൽ നമ്മൾ നുള്ളി കൂട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കൊന്നും തട്ടാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ പൂവ് വിരിയുന്നതിന് മുമ്പേ നമ്മളത് പൂവിൻ്റെ ചുറ്റുഭാഗം മറ്റൊക്കെ അടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ കീടനാശിനി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം നമ്മൾ ജൈവ കീടം മാത്രം ഉപയോഗിച്ച് നോക്കുക, അത്ര തന്നെ. പിന്നെ ഇലവർഗത്തിന് നമ്മൾ ഒരിക്കലും അടിച്ചു കൊടുക്കരുത്. ചീര, പിന്നെ നമ്മുടെ പുതിന, മല്ലിച്ചപ്പ് ഇങ്ങനെയുള്ളതിനൊന്നും നമ്മൾ ഏത് സമയത്തും അടിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പുല്ലുകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള പുല്ലുകൾക്ക് അടിച്ചു കൊടുക്കാനും ഇതിൻ്റെ ഇലയുമൊക്കെ പെടും. കാരണം ചീരയൊക്കെ ഇങ്ങനെ നിറഞ്ഞതായിട്ട് നമ്മൾ പെടുന്നതാണ്. അപ്പോൾ അതൊരിക്കലും നമ്മൾ കീടനാശിനി ഉപയോഗിക്കരുത്. അതിന് നമ്മൾ ജൈവ കീടം മാത്രം ഉപയോഗിക്കുക. കാരണം ഇലയിൽ നിന്നൊക്കെ നമ്മൾ കീടം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ കഴുകിയാലും പോകാത്ത രീതിയാണ്. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ വാങ്ങി കഴിക്കുന്നതാണ്. നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടുവരുന്ന പുതിനയിലൊക്കെ എത്ര കണ്ട് കീടനാശിനി പ്രയോഗിച്ചിട്ടാണ് വരുന്നതെന്ന് നമുക്ക് യാതൊരു അറിവില്ല. അതേപോലെ തന്നെ ചീരയിൽ, ഇലവർഗ്ഗങ്ങളിൽ. അപ്പോൾ അതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഉപകാരമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും വന്ന് എത്തിച്ചു കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.